അലൻ്റെ വാർഷിക പരീക്ഷ കഴിഞ്ഞിട്ട് ലീവാണ്. അപ്പോൾ എന്ത് ചെയ്യും, പൊതുവേ എല്ലാവരും കസിൻ്റെ വീട്ടിലേക്ക് എല്ലാ ഫ്രണ്ട്സും പോയി. അപ്പോൾ ഇവന് അതുപോലെ ഇവൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോവാം. ഇവൻ കസിൻ്റെ വീട്ടിൽ ചെന്നപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ വീട്ടിലെന്തോ വൈകിട്ട് കഴിക്കാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞിട്ട് ആ ചോറും ഉള്ളൂ, നോർമൽ കഞ്ഞിയും പയറും ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എല്ലാ ദിവസവും തന്നെയാണോ, ഞാൻ ഇവിടെ നിന്നൊന്നും കഴിക്കുന്നില്ല, ഞാൻ അവിടെ പോവാന്ന് പറഞ്ഞ് ഇവൻ കസിൻ്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഇവൻ വരുന്ന കണ്ടിട്ട് അവൻ എന്നാന്ന് പറഞ്ഞാൽ ഇവനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മേടിച്ച് കൊടുക്കുന്നു, നോൺ വെജ് ആക്കുന്നു, സ്വീറ്റ്സ് കൊണ്ടുവന്ന് കൊടുക്കുന്നു. അവന് ഒരു ദിവസം അവിടെ ഇരുന്നപ്പോൾ അവനത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, വീട്ടിൽ വന്ന് മമ്മിയോട് പറഞ്ഞു ഞാൻ ഒരാഴ്ച അവിടെ പോയി നിൽക്കുവാന്ന് പറഞ്ഞു. കസിനെല്ലാം ഓർത്ത് ഓക്കെ ഇവർ ഇവൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇവന് ആദ്യത്തെ 2-3 ദിവസം ഓക്കെ അവരതുപോലെ ചെയ്തു. അവസാനം 4-5 ദിവസം കഴിഞ്ഞപ്പോൾ പതിയെ എന്തോ അവൻ എന്തൊക്കെ തോന്നാൻ തുടങ്ങി. കാരണം പണ്ടത്തെ പോലെ ആദ്യത്തെ ദിവസം പോലെ അല്ലേ ഇവരെ നോക്കുന്നത്, ഇവരെ കൊണ്ട് ചെറിയ പണി എടുപ്പിക്കുന്നു, അത് ചെയ്യടാ ഇത് ചെയ്യടാന്ന് പറഞ്ഞു. ആദ്യത്തെ ദിവസമാണ് ഞാൻ ഫുഡ് കഴിക്കുന്നു, TV നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുന്നു. പയ്യെ ദിവസം പോകുന്നതിനനുസരിച്ച് ഇവന് മനസ്സിലാകാൻ തുടങ്ങി അവനവിടെ ആദ്യമേ കിട്ടിക്കൊണ്ടിരുന്ന രീതി വാല്യൂ ഇല്ലാന്ന്. മോറൽ ഓഫ് ദ സ്റ്റോറി എന്നാന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കംഫർട്ട് സിറ്റുവേഷൻ അത് വേറെ എവിടെയും കിട്ടത്തില്ല. ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഞാനാണെങ്കിൽ പണ്ട് നമ്മുടെ കസിൻ്റെ അടുത്തൊക്കെ പോകുന്നത് നമ്മൾ പോകുന്നിടത്ത് അവർ നമുക്ക് റെസ്പെക്റ്റ് തരും. പക്ഷേ ആദ്യത്തെ കുറച്ച് ദിവസം മാത്രമേ നമുക്ക് തരുള്ളൂ. കാരണം നമ്മളൊരു ഗസ്റ്റായിട്ടാണ് പോകുന്നത്, ഫ്യൂ ഡേയ്സ്, ഒരു 2-3 ദിവസം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോർമൽ ഒരാളെ പോലെ അവർ കാണാൻ തുടങ്ങും. നമുക്കവിടെ ഒരു ഫ്രീഡം കാണത്തില്ല. ഒന്നും നമ്മുടെ സ്വന്തം വീടല്ല, നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. അവർ തരുന്നത് ചെയ്യുക, ആ മാതിരി ഫുഡ് കഴിക്കുക, അത് ചെയ്യുക, അതേ രീതിയിൽ. ഇത് നമ്മുടെ സ്വന്തം വീടാണെങ്കിൽ നമുക്ക് എന്താ, ചെറിയൊരു കഞ്ഞി അച്ചാറോ ഉള്ളെങ്കിൽ നമുക്കൊരു ഫ്രീഡം ഉണ്ട്. എപ്പം വേണേലും എടുത്ത് കഴിക്കാം, എന്ത് വേണേലും ചെയ്യാം, സൗണ്ട് ഇടാം, ഓടുന്നു ചാടുന്നു, എന്ത് വേണേലും ചെയ്യാം. മോറൽ ഓഫ് ദ സ്റ്റോറി ഞാൻ പറഞ്ഞു വന്നത്, ഫൈനൽ ട്രൂത്ത് എന്നാന്ന് വെച്ചാൽ, നിൻ്റെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കുന്ന നേരത്തെ നീ നിൻ്റെ സ്വന്തമായിട്ട് എടുക്കുക, അത് നിൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടി. അല്ലാണ്ട് വേറെ ഒരുത്തം പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ഓക്കെ ആദ്യത്തെ കുറച്ച് ദിവസം മാത്രമേ നിനക്ക് അതിനകത്തൊരു ഹാപ്പിനെസ് കിട്ടുള്ളൂ. അവൻ പറഞ്ഞ പോലെ 2 ദിവസം കഴിയുമ്പോൾ അവൻ്റെ വരിക്ക് പോകും, ഗൈഡൻസ് തരാൻ അവൻ കാണത്തൊന്നുമില്ല. പിന്നെ നീ ഒറ്റയ്ക്കായിരിക്കും. അതുപോലെ നീ എന്ത് ചെയ്യണമെന്ന് നിൻ്റെ ലൈഫിൽ നീ ആഗ്രഹിക്കുന്നത് നിൻ്റെ ഡിസിഷൻ ആയിരിക്കണം. അതെന്തോ ആവട്ടെ, യുവർ ലൈഫ്, നമ്മുടെ ജീവിതം നമ്മുടെ ഈ തന്നെയാണ്. ഓക്കെ, ലേൺ ഫ്രം ദ മിസ്റ്റേക്ക്.